പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് CM ആണ്. ഏയ് അല്ല അല്ല, സംസ്ഥാന സെക്രട്ടറി തന്നെ. അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക. ശ്രീമതി ടീച്ചർ കേരളത്തിലെ CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു. ഓഹോ. എന്നാൽ ശ്രീമതി ടീച്ചർ 75 വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. റിട്ടയർ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അത് അവരിപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സെഷൻ കൊടുക്കും. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിൽ. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേ സഖാവേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഉപരി കമ്മിറ്റിയിലിരിക്കുന്ന സഖാവിന് കീഴ് കമ്മിറ്റിയിൽ ഇരുന്നൂടെ? ഇതുവരെ അങ്ങനല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശരി സഖാവേ, ഇനി മുതൽ അങ്ങനെ ആകട്ടെ.